ദി പെറ്റ് ഡിറ്റക്റ്റീവ് ഡയറക്റ്റഡ് ബൈ പ്രണീഷ്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി എന്നുള്ളത് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ചില ആൾക്കാർ ഇത് CID മൂവ്സിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് കേട്ട് അങ്ങനെ കമ്പയർ ചെയ്യാനുള്ളൊരു മൂവി ഒന്നും അല്ലത്. മനസ്സിലായി, CID മൂവ്സ് അല്ല എനിക്ക് പണ്ടിറങ്ങി പോയ കുറേ കോമഡി മൂവീസിനായിട്ടൊക്കെ താരതമ്യം ചെയ്യണത് കാരണം ഒരിക്കലും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വന്നൊരു മൂവി അല്ല എനിക്ക് തോന്നിയിട്ടാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൂടായില്ല. കാരണം അത് കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അത്യാവശ്യം കോമഡീസ് സിനിമയിലുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞത് കെയോസാണ്. അവസാനം വെച്ചിട്ട് ഫുള്ള് ഓട്ടാണ്, ഓടുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഫുള്ള് കെയോസും കാര്യങ്ങളും അങ്ങനെ പോണ ഒരു പടം ഉണ്ടല്ലോ. അങ്ങനത്തെ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഞാൻ അതിൻ്റെ അങ്ങനത്തെ വലിയൊരു ഫാനല്ല. പണ്ടത്തെ മൂവീസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അങ്ങനത്തെ ഒരു ലെവലിൽ എടുത്ത് വെച്ചൊരു മൂവി എൻ്റെത്. അത് ആൾക്കാർ എന്തുണ്ടാവും അങ്ങനെ CID മൂവ്സിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതെന്നുള്ള എനിക്കറിയില്ല. ഷറഫുദ്ദീനെ ദിലീപിനായിട്ട് കമ്പയർ ചെയ്യുക, അതെന്താ സംഭവം എന്നുള്ള എനിക്കറിയില്ല. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അവർ പറയുന്നത്. എനിവേ അങ്ങനെ സിനിമ തുടങ്ങി. സിനിമ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി സിനിമയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഒരു സീരിയസ് ആവണ ടൈം ഉണ്ടല്ലോ, അല്ല ഏതൊരു ഈ പറഞ്ഞ CID മൂവ്സ് ഒരു സീരിയസ് ആവണ സമയം ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സീരിയസ്നെസ് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഘട്ടത്തിലേക്ക് സിനിമ കടക്കുന്ന സമയത്ത് ആവശ്യത്തിന് സീരിയസ്നെസ് വന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവും എനിക്കൊരു അത്യാവശ്യം രസമുള്ളൊരു മൂവി എന്ന് മാത്രം എനിക്ക് തോന്നി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ വലിയ തിയേറ്റർ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ ഒരു 3-4 കുറച്ച് അത്യാവശ്യം കോമഡീസ് ഉണ്ട് ഇതിൽ. ചില പ്രതീക്ഷിക്കാതെ വരുന്ന 2-3 സാധനങ്ങളുണ്ട്, അത് അത്യാവശ്യം നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഷറഫുദ്ദീൻ്റെ അല്ലെങ്കിൽ അതേപോലെ തന്നെ വിനയ് ഫോർട്ടിൻ്റെ ഒക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന ചില ഡയലോഗ്സ് ഉണ്ട് അവരത്, അതൊക്കെ അത്യാവശ്യം കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ പോണ ഒരു മൂവി. പിന്നെ അവസാനത്തെ 10-20-25 മിനിറ്റോളം ഓട്ടമാണ്. അതിലെ ഈ ഓട്ടം ഫുള്ള് വണ്ടർലയിൽ വെച്ചിട്ടാണ്. വണ്ടർലേൻ്റെ പരസ്യമാണ്. വണ്ടർലേൻ്റെ പരസ്യം പോലെ എനിക്ക് തോന്നിയത്. അത്രയും ഓട് തന്നെ ഓടുക. അങ്ങനെയാണ് സിനിമൻ്റെ ഒരു അവസാനത്തെ ഒരു 10-25 മിനിറ്റ്. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ കുറച്ചും കൂടി പല ഭാഗങ്ങളും സീരിയസ് ആവണമായിരുന്നു. ആവശ്യത്തിന് സീരിയസ് ആണ്. ആവശ്യത്തിന് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു കോമഡി പടം നിങ്ങളിപ്പോൾ ഈ പണ്ടത്തെ മൂവ്സിനായിട്ടൊക്കെ ഈ സിനിമ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ, അതുകൊണ്ട് പറയാം. ഈ പറഞ്ഞ CID മൂവ്സ് അടക്കം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മൂവി പോണ ഒരു സമയമുണ്ട്. പക്ഷെ അതേ സമയത്ത് കോമഡി മാത്രം അങ്ങനെ ഒരു സെഗ്മെൻറ്റും ഇങ്ങനത്തെ സിനിമകളിലുണ്ട്. പണ്ടത്തെ സിനിമകളിൽ CID മൂവ്സും അതിന് മുന്നേ ഇറങ്ങുന്ന മൂവീസിലൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡീസ് കുറേ ഉണ്ട്. കോമഡീസ് 2-3 കോമഡീസ് കിട്ടുമായിരുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ സീരിയസ് ആവുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യണം, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ളത് ഫീൽ ചെയ്യണം. സീരിയസ് ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് ഈ സിനിമ അതേപോലെ തന്നെ കടക്കണമെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് സീരിയസ്നെസ് വന്നിട്ടില്ല. അപ്പം ഈ സിനിമയെ പറ്റി തന്നെ കൂടുതൽ പറയാനൊന്നുമില്ല. ഇതിനാണ് സംഭവം. ഈ ഒരു ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞതിൽ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ്, അറിയാമല്ലോ സിനിമേൻ്റെ പേര് തന്നെ അതാണ്. പിന്നെ അനുപമ ഉണ്ട്, പിന്നെ വിജയരാഘവനുണ്ട്, രഞ്ജി പണിക്കരുണ്ട്, അങ്ങനെ വലിയൊരു കാസ്റ്റ് ഉണ്ട് സിനിമയിൽ. പിന്നെ വിനായകനുണ്ട്, സണ്ണി വെയിന് എന്തോ 2-3 സെക്കൻഡ് എന്തോ ഉണ്ട്. സണ്ണി വെയിന് പോസ്റ്ററിലോ കൊണ്ടുവന്നിട്ട് 2-3 സെക്കൻഡാണ് സണ്ണി വെയിനിക്ക് ഇതിൽ സ്ക്രീൻ ടൈം കൊടുത്തിട്ടുള്ളത്. അത് വേറെ കഥ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറേ ഓട്ടം ഇതും അങ്ങനെ ഫുള്ള് കെയോസ് ആയിട്ട് എടുക്കുന്ന ഒരു മൂവി. അപ്പോൾ അങ്ങനെ കെയോസ് ആയിട്ടുള്ള മൂവീസ് നിങ്ങൾക്ക് അതിൻ്റെ ഭയങ്കര നിങ്ങൾക്ക് സിനിമയിൽ ഒന്നും വേണ്ട, ഇങ്ങനെ കുറേ എടുത്തിട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ഓട്ടം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് അവസാനത്തെ 10-25 മിനിറ്റ് അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു മൂവി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, കോമഡി പടം ആണെങ്കിൽ പോലും അത്യാവശ്യം സീരിയസ്നെസ് ആ സിനിമയിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലാണ്, അതേപോലെ തന്നെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയ പോലെ ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രം ചിലപ്പം തോന്നുക. എനിവേ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.